السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، نحن اليوم ندرس من الوحدة الثالثة المعنونة الإنجازات العباسية العلمية والثقافية وسقوط الخلافة. فنحن نناقش اليوم أسباب سقوط الدولة العباسية. ما هي أسباب سقوط الدولة العباسية؟ هناك كثير من العوامل أو العناصر أو الأسباب التي أدت إلى سقوط الدولة العباسية من الامتلاك على كثير من الدول الإسلامية. فأولا، اعتمادهم على الأتراك والفرس وإيثارهم على العرب لكثير من المناصب واعتداؤهم في الانتقام من الأمويين. ഒന്നാമത്തെ കാര്യം എന്താ? ഇഅ്തിമാദുൽ അബ്ബാസിയീൻ ഔ ഇഅ്തിമാദുൽ ഖുലഫാഇൽ അബ്ബാസിയീൻ അലൽ അത്റാഖി വൽ ഫുർസ്. പേർഷ്യക്കാരിലും അതുപോലെ തുർക്കികളെയും അവലംബിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. ഈസാരിഹിം, അവർ തെരഞ്ഞെടുത്തു, അവരെ മികച്ചതായി അവർ കണ്ടു. അലൽ അറബി, അറബികളെക്കാൾ മികച്ചതായിട്ട്, അറബികളുടെ മേൽ ഇവരെ തെരഞ്ഞെടുത്തു. അവരെ എന്തിന് തെരഞ്ഞെടുത്തു? കസീരി മിനൽ മനാസിബി, ധാരാളം ഗവൺമെന്റ് പോസ്റ്റുകളിൽ, അപ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ അറബികൾക്ക് പകരം തുർക്കികളെയും പേർഷ്യക്കാരെയും നിയമിച്ചു. അതാണ് ഒരു പ്രധാന കാരണം. തന്നല്ല, വഅ്തിദാഉഹും വഅ്തിദാഉ അൽ ഖുലഫാഇൽ അബ്ബാസിയീൻ, അബ്ബാസി ഭരണകർത്താക്കളുടെ ശത്രുത, ഫിൽ ഇന്തിഖാമി മിനൽ അമവിയീൻ, അമവിയാക്കളോട് പ്രതികാരം ചെയ്യുന്നതിൽ. അപ്പൊ അമവിയാക്കളെ പ്രതികാരം ചെയ്യുന്ന പ്രവർത്തനം, അവരോടുള്ള ശത്രുതയും തുടർത്തി കൊണ്ടുപോയതും ഇവരുടെ ഖിലാഫത്ത് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് അൽ-സബബ് അസ്സാനി സൗറത്തുൽ അലവിയീൻ. لأن دولة العباسيين قامت باسم أهل البيت ولكن العباسيين استأثروا بملكهم دونهم، وهذا قد حرض بعض العلويين أن يسعوا في تقليب ملك العباسيين. സൗറത്തുൽ അബ്ബാസി അലവിയീൻ, അലവി വിപ്ലവം. അത് അലവിയാക്കൾ, നമുക്കറിയാം ഇവര് അലവിയാക്കൾ തന്നെയാണ്. അബ്ബാസികൾ എന്ന് പറയുന്നത് അബ്ബാസികളിൽ തന്നെ വരുന്ന വിഭാഗമാണ്. ഒന്ന് മറ്റത് അലിയിലേക്ക് ചേർത്തിട്ട് അലവിയാക്കളും. ഇപ്പൊ രണ്ടു കൂട്ടരും റസൂലിന്റെ ഇതിൽ വരുന്നത് തന്നെയാണ്, അഹ്ലുബൈത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്ന ദൗലത്തുൽ അബ്ബാസിയീൻ, കാരണം അബ്ബാസി ഭരണകൂടം കാമത്ത് ബിസ്മി അഹ്ലുൽ ബൈത്തി, അഹ്ലുൽ ബൈത്തിന്റെ പേരിലാണ് ഈ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷെ വലാകിന്നൽ അബ്ബാസിയീന, പക്ഷെ അബ്ബാസികൾ ഇസ്തഗ്സറു ബിമിൽകിഹിം ദൂനഹും, എന്നാൽ അഹ്ലുബൈത്തിനെ കൂടാതെയാണ് ബിമുൽക്കിഹിം, ഇസ്തഗ്സറു ബിമുൽക്കിഹിം ദൂനഹും എന്ന് പറഞ്ഞാൽ ദൂന അഹ്ലുൽ ബൈത്ത്. അപ്പൊ അഹ്ലുബൈത്തിനെ കൂടാതെ ഈ അധികാരത്തിൽ ഇവരെ മാത്രം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇസ്തഗ്സറു ബിമുൽക്കിഹിം, അവരുടെ അധികാരത്തിൽ അവർ തെരഞ്ഞെടുത്തു. ദൂനഹും ദൂന അഹ്ലുബൈത്ത്, അഹ്ലുബൈത്തിനല്ലാതെ ബാക്കിയുള്ള ആൾക്കാരാണ്. അഹ്ലുബൈത്തിനെ അവർ അകറ്റി നിർത്തി, അബ്ബാസികൾ മാത്രമായി ഭരണം നടത്തി എന്നതാണ് പ്രശ്നം. വഹാദ, ഈ ഒരു രീതി, അബ്ബാസികൾ അഹ്ലുബൈത്തിനെ പരിഗണിക്കുന്നില്ല എന്നൊരു പ്രശ്നം, അതാണ് വഖദ് അറള ബഅ്ദൽ അലവിയീൻ, അലവിയാക്കളെ ചൊടിപ്പിച്ചു, അലവിയാക്കളെ പ്രേരിപ്പിച്ചു, അൻ യസ്ഔ, പരിശ്രമിക്കാൻ വേണ്ടി, ഫീ തഖ്ലീബി മുൽക്കൽ അബ്ബാസിയീൻ, അബ്ബാസികളുടെ അധികാരത്തെ മറിച്ചിടാൻ അവരെ പരിശ്രമിക്കാൻ അലവിയാക്കളെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ്? അഹ്ലുബൈത്തിനെ ഇവര് തിരസ്കരിച്ചു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഫിഖ്ദാനു അളമത്ത് ഔ ഹുർമത്തുൽ അഹ്ദി ബിൽ വിലായ لأن بعضهم عزلوا الخلفاء من بعدهم وولوا من يرون من أبنائهم وقد فتكوا فيما بينهم للحصول على العقود. ഫിഖ്ദാനു അളമത്ത് ഔ ഹുർമത്തുൽ അഹ്ദി ബിൽ വിലായ, അതായത് കിരീടാവകാശം. അൽ അഹ്ദി ബിൽ വിലായ എന്ന് പറഞ്ഞാൽ എന്താ? കിരീടാവകാശം. കിരീടാവകാശം നൽകുന്നതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു. ഫിഖ്ദാൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. അളമത്ത് ഹുർമത്ത്, പവിത്രത, മഹത്വം. അൽ അഹദ് ബിൽ വിലായ, അതായത് കിരീടാവകാശം നൽകുന്നത്. കാരണം അപ്പൊ കിരീടാവകാശത്തിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. ലിഅന്ന ബഅദഹും, ചില കിരീടാവകാശികൾ അസലു അൽ ഖുലഫാ, അവര് ഖലീഫമാരെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് മാറ്റി. മിൻ ബഅദിഹിം, അവരുടെ ശേഷമുള്ളത്. വല്ലു മൻ യറൗന മിൻ അബ്നാഇഹിം, അവരുടെ ചില മക്കളെ അവര് ഖലീഫമാരാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്.
അപ്പോ ഒരാള് ഖലീഫയായാൽ അലിയുൽ അഹദില് ഒരാള് ഖലീഫയായാൽ അയാൾക്ക് ശേഷം ഖലീഫ ആകേണ്ട ആളെ മാറ്റി നിർത്തും. എന്നിട്ടോ പകരം തന്റെ മക്കളിൽ നിന്ന് ആരെങ്കിലും ഖലീഫയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരെ പിന്നെ കിരീടാവകാശികളായിട്ട് പ്രഖ്യാപിക്കും, വലിയുൽ അഹദായിട്ട് പ്രഖ്യാപിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞാൽ അന്നബാലഹും, കാരണം ചില കിരീടാവകാശികൾ അസലു അൽ ഖുലഫ മിൻ ബഅദിഹിം, ശേഷം ഖലീഫയാകാൻ വേണ്ടവരെ ഖലീഫയാകേണ്ടവരെ അവര് തടഞ്ഞു നിർത്തി, അവര് മാറ്റി നിർത്തി. വല്ലൗ മൻ യറൗന മൻ അബ്നാഇഹിം, എന്നിട്ട് പകരം നമുക്ക് അവരുടെ മക്കളിലേക്ക് അവർക്ക് ആവശ്യമായി തോന്നുന്നവരെ അവർ വലിയുൽ അഹദായി നിയമിക്കുകയും ചെയ്തു. വല്ലൗ എന്ന് പറഞ്ഞാൽ വലിയുൽ അഹദായി നിയമിച്ചു. ഫഖദ് ഫതഖു ഫീമാ ബൈനഹും, അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായി, അറ്റാക്കുകൾ ഉണ്ടായി. ലിൽ ഹുസൂലി അലൽ ഉഹൂദി, ഇങ്ങനെ വലിയുൽ അഹദ് കിട്ടാൻ വേണ്ടിയിട്ട്. അലൽ ഉഹൂദ് പറഞ്ഞാല് വലിയുൽ അഹദ്, അധികാരം. അപ്പോ പിന്നെ കിരീടാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട തകർച്ചക്കുള്ള ഒരു കാരണം. പിന്നെ സൈത്തറുൽ ഖുവാദി മിന സലാജിക്കത്തി വൽ ബുവൈഹീന വൽ അത്റാക്കി അലൽ ഹുക്മി ഹത്താ സാറൽ ഖുലഫാഉ ലുഅബത്തൻ ബിയദി ഹൗലായിൽ ഖാദ. സൈത്തറൽ ഖുവാദു മിന സലാജിക്ക, സൽജൂക്കി നായകന്മാര്, വൽ ബുവൈഹീൻ ബുവൈഹിഡ്സ്, വൽ അത്റാക്ക് തുർക്കികൾ. അപ്പൊ തുർക്കികളും ബുവൈഹിഡ്സും അതുപോലെ സെൽജൂക്കികളുമായിട്ടുള്ള കുറെ നായകന്മാര്, യുദ്ധനായകന്മാര് അവർ അധികാരം ചെലുത്തി, അല്ലെങ്കിൽ ആധിപത്യം ചെലുത്തി. സൈത്തറ ആല എന്ന് പറഞ്ഞാൽ ആധിപത്യം ചെലുത്തി. അലൽ ഹുക്മി, അതായത് ഹുക്കുമുൽ ദൗലൽ അബ്ബാസി ഖിലാഫത്തിന്റെ മേൽ അവർക്ക് അധികാരം വന്നു, അവർക്ക് ആധിപത്യം വന്നു. ഹത്താ സാറൽ ഖുലഫാഉ ലുഅബത്തൻ ബിയദി ഹൗലായിൽ ഖാദ, അങ്ങനെ ഖലീഫമാര് ഇവരുടെ ഈ നേതാക്കന്മാരുടെ ഒക്കെ കളിപ്പാവകളായി മാറി. ലുഅബമാന കളിപ്പാവകളായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ ഖാദമാന നേതാക്കള്. അപ്പോൾ സെൽജൂക്കികളുടെയും ബുവൈഹിഡ്സിന്റെയും തുർക്കികളുടെയും അവരുടെ സൈനിക നേതാക്കന്മാരുടെ കയ്യിലുള്ള കളിപ്പാവകളായി മാറുകയാണ് ഈ ഖലീഫമാരുടെ അവസ്ഥ ഉണ്ടായത് എന്നർത്ഥം. അപ്പൊ അതും ഒരു തകർച്ചക്ക് കാരണമാണ്. പിന്നെ തസാഉദുൽ ഹറക്കാത്തിൽ ബാത്തിനിയ വ മുആമറാത്തു തവായിഫിൽ മുബ്തദിഅ ലിദ്ദ സലാത്തീൻ മിസ്ലൽ മുലാഹദ വസ്സനാദിക വൽ ഖറമിയ വൽ ഖറാമിത വൽ മുഅ്തസില വൽ ഖവാരിജ് വൽ റവാഫിൽ വമാ ഇലൈഹ. പിന്നെ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആഭ്യന്തരപരമായ ചില മൂവ്മെന്റുകളാണ്. തസാഉദുൽ ഹറക്കാത്തിൽ ബാത്തിനിയ, അവിടെ ഉള്ള ഉള്ളുകളിലുള്ള രഹസ്യമായ എന്താണ് മൂവ്മെന്റ്സുകൾ നടന്നു. തസാഉദ് പറഞ്ഞാല് അധികരിച്ചു, അല്ലെങ്കിൽ കൂടി, ഉയർന്നു വന്നു. അൽ ഹറക്കാത്തുൽ ബാത്തിനിയ രഹസ്യ സംഘങ്ങൾ, രഹസ്യ പ്രവർത്തനങ്ങള്. പിന്നെ വ മുആമറാത്ത് അത്തവായിഫുൽ മുബ്തദിയ, അതുപോലെ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനകളും. മുആമറാത്ത് മാന കോൺസ്പിറൻസി, അത്തവായിഫ് എന്ന് പറഞ്ഞാല് ട്രൂപ്സ്, അത്തവായിഫ് അൽ മുബ്തദ. അപ്പോ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പുത്തൻവാദികളായിട്ടുള്ള സംഘങ്ങളുടെ ഗൂഢാലോചനകളും അതുപോലെ അബ്ബാസി ഖിലാഫത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില രഹസ്യ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇവരുടെ തകർച്ചക്ക് കാരണം. ഇവരെങ്ങനെയാണ് മുആമറാത്തുൽ തവായിഫുൽ മുബ്തദിഅ ലിദ്ദ സലാത്തീൻ ഐ സുൽത്താൻ ഐ അൽ ഖുലഫാൽ അബ്ബാസിൻ, അബ്ബാസി ഖിലാഫത്തിനെതിരെ ഇവരുടെ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ചില ഗൂഢാലോചനകളും അതിന് കാരണമായി. ഏതൊക്കെയാണ് പുത്തൻ പ്രസ്ഥാനക്കാൾ? മുലാഹദ വസ്സനാദിക്ക. മുലാഹദ സനാദിക്ക എന്നൊക്കെ പറഞ്ഞാല് ഇവര് നിരീശ്വരവാദികളായിട്ട് വരുന്ന ടീമുകളാണ്. അതായത് ഇൽമുൽ കലാമിൽ, വചനശാസ്ത്രത്തിൽ തന്നെ വളർന്നു വന്നുകൊണ്ട് പിന്നീട് പോയിട്ടുള്ള ആൾക്കാരാണ്. സിന്ദഖത്ത് എന്ന് പറഞ്ഞാലും ഇൽഹാദ് എന്നൊക്കെ പറഞ്ഞാൽ നിരീശ്വരത്വം. വൽ ഹറമിയ, ഇതൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ ഖറാമിത്ത ഒരു വിഭാഗമാണ്. മുഅ്തസില, ഖവാരിജ്, റവാഫിദ്. ഇങ്ങനെയുള്ള റവാഫിലിങ്ങളും ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിഭാഗങ്ങള്, പുതിയ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള റവാഫിലുകളും ഇവരുടെയൊക്കെ വിശ്വാസങ്ങൾ പല രീതിയിൽ പിന്നെ അഹ്ലുസുന്നയോട് മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ വ്യത്യസ്ത വിഭാഗങ്ങളായി മുബ്തദീങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ റവാഫിലുകളും ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഖറാമിത്ത, ഖറമിയ്യ, സനാദിക്ക, മുലാഹദ പോലെയുള്ള ആൾക്കാരൊക്കെ വമാ ഇലൈഹ, ഇതല്ലാത്തതുമായ സംഘടനകളൊക്കെ ഈ ഖിലാഫത്തുൽ ദൗലത്തുൽ അബ്ബാസിയക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതാണ്. പിന്നെ തഅസീസ് ദുവൈലാത്തിൻ മുസ്തഖില്ല ബിഹുദൂദിൽ മംലക ഹൈസു ഫഖദത് തൻസീഖ് ശുഊൻ അൽ ഇദാരിയ ബിസൈതറത്തി ഹാദിഹി ദുവൽ വത്തദഖുൽ ഫി തസറുഫാത്തിഹ. പിന്നത്തെ ഒരു പ്രശ്നം തഅസീസ് ദുവൈലാത്ത് മുസ്തഖില്ല, ചെറു രാജ്യങ്ങൾ ഉണ്ടാക്കി, അല്ലെ? ബുവൈഹിഡ്സ്, അതുപോലെ സെൽജൂക്കികള്,
അതിനുശേഷമുള്ള അദാരിസ, അങ്ങനെയുള്ള ചെറു ഗോത്രം അല്ലെങ്കിൽ ചെറിയ ഭരണകൂടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ബിഹുദൂദിൽ മംലക്ക ദൗല അൽ അബ്ബാസിയ, അബ്ബാസി ഖിലാഫത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ അവരിൽ നിന്ന് സ്വതന്ത്രമായ ചെറു രാഷ്ട്രങ്ങൾ ഉണ്ടായി. ഐസു ഫഖദത്ത്, അങ്ങനെ അബ്ബാസി ഖിലാഫത്തിന് നഷ്ടപ്പെട്ടു, ഫഖദ് നഷ്ടപ്പെട്ടു. തൻസീഖ ഷുഊനൽ ഇദാരിയ, ഈ ഭരണകാര്യങ്ങളിൽ ഒരു ക്രമപ്പെടുത്തൽ, തൻസീഖ്, അതിനൊരു സിസ്റ്റം, ഒരു കോർഡിനേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. തൻസീഖ് പറഞ്ഞാൽ കോർഡിനേഷൻ. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ കോർഡിനേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു അതിലൂടെ. എന്താ കാര്യം? ബി സൈത്തറത്തി ഹാദിഹി ദുവൽ, കാരണം ഈ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾ വന്നതോടുകൂടി ഭരണകാര്യങ്ങൾ നഷ്ടപ്പെട്ടു. വത്തദഖുലി ഫി തസറുഫാത്തിഹ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ, അവരുടെ വിഷയങ്ങളിൽ, അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഇവർക്ക് ഇന്റർഫിയറൻസ്. അപ്പോൾ ഭരണകാര്യങ്ങളിൽ ഇവരുടെ ഈ ചെറിയ ഭരണകൂടങ്ങളുടെ ഇന്റർഫിയറൻസും, അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് നേരിട്ട്, അബ്ബാസി ഖിലാഫത്തിന് നേരിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത, ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഫൈഖദത്ത് തൻസീഖ് ഷുഊനുൽ ഇദാരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, തൻസീഖ്, അത് അവർക്ക് നഷ്ടപ്പെട്ടു. ബി സൈത്തറത്തി ഹാദിഹി ദുവൽ, ഈ പുതിയ രാഷ്ട്രങ്ങളുടെ ആധിപത്യം കാരണം. വത്തദഖുൽ, അവർ ഇന്റർഫിയർ ചെയ്തു, അവർ ഇടപെടുകയും ചെയ്തു. ഫി തസറുഫാത്തിഹ, അവരവരുടെ ഈ പ്രവർത്തനങ്ങളിൽ, അതാത് രാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇന്റർഫിയർ ചെയ്യാൻ, ആ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഈ ഗവൺമെന്റിന്, അതായത് സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ അബ്ബാസി ഖിലാഫത്തിന് നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഒരു കാരണം കൂടെ ഉള്ളത്. പിന്നുള്ള ഒരു കാര്യം, ഇൻഹിമാക്കു സലാത്തീനി ഫിത്തറഫി വറഫാഹിയ മിസ്ലൽ മ്യൂസിക്ക വൽ ഗിന വസ്തിമാൽ ആലാത്തിൽ ലഹ്വ്. ഇൻഹിമാക്കു സലാത്തീൻ, സുൽത്താൻ, രാജാക്കന്മാര് മുഴുകി, ഫിത്തറഫി വറഫാഹിയ, ആഡംബരങ്ങളിലും സുഖലോലുപതയിലും. മിസ്ലൽ മ്യൂസിക്, ഗിനാവ്, പാട്ട്, ഇസ്തിമാൽ ആലാത്തിൽ ലഹ്വ്, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കുക, അതിൽ പാട്ടും പാടി അങ്ങനെ രമിച്ചു പോവുക എന്നതായി അവരുടെ പരിപാടി. അതുകൊണ്ട് അവരുടെ ഭരണകാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കാതെ പോയതോടുകൂടി അബ്ബാസി ഖിലാഫത്ത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ദെൻ എങ്ങനെയാണ് അബ്ബാസി ഖിലാഫത്ത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് നോക്കാം. സുഖൂത്തുൽ ഖിലാഫ അൽ അബ്ബാസി ബഗ്ദാദ്. വകാന ആഖിറുൽ ഖുലഫാ അൽ അബ്ബാസിൻ അൽ മുഅ്തസിം മുഅയ്യിദൻ ലി അഹ്ലി സുന്ന വൽ ജമാഅ. വകാന വസീറുഹു മുഅയ്യിദുദ്ദീൻ ഇബ്നുൽ അൽകമി മിന ശിഅ. فكان في بغداد صراعات بين الشيعة وأهل السنة. وكان التتار في اعتدائهم المستمر على البلاد الإسلامية. وانتهز مؤيد الدين هذه الفرصة وكتب إلى هولاكو خان سيد التتار بهجوم بغداد. وكان آخر الخلفاء العباسيين, അബ്ബാസി ഖലീഫമാരുടെ അവസാനത്തെ ഖലീഫ അൽ മുസ്തഅസിം എന്ന് പറയുന്ന അബ്ബാസി ഖലീഫ മുഅയ്യിദ് ലി അഹ്ലി സുന്ന വൽ ജമാഅ, അദ്ദേഹം ഒരു അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ വക്കാന വസീറുഹു, എന്നാൽ അദ്ദേഹത്തിന്റെ മന്ത്രി മുഅയ്യിദുദ്ദീൻ ഇബ്നുൽ അൽകമി എന്ന് പറയുന്ന ആള് വഹുയ മുഅയ്യിദു മിന ഷിഅ, അയാൾ ഷിയക്കാരനായിരുന്നു. അപ്പോ ഖലീഫ അഹ്ലി സുന്ന, എന്നാൽ അദ്ദേഹത്തിന്റെ വസീർ ഷിയ. ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇടയിൽ ഫക്കാന ഫി ബഗ്ദാദ് സിറാഅത്തുൻ ബൈന ഷിഅ വ അഹ്ലി സുന്ന, ബഗ്ദാദിൽ ഷിയാക്കൾക്കിടയിലും അഹ്ലി സുന്നക്കാർക്കിടയിലും വലിയ തർക്കങ്ങൾ എപ്പോഴും നടക്കാറുണ്ട്. വക്കാന തത്താർ ഫി ഇഹ്തിദായിഹിം, എന്നാൽ താർത്താരികൾ ഫി ഇഹ്തിദായിഹിമുൽ മുസ്തമിർ അലൽ ബിലാദ് അൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ അവരവരുടെ ശത്രുത തുടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വക്കാന താർത്താരികൾ ഫി ഇഹ്തിദായിഹിം അൽ മുസ്തമിർ, അവര് നിരന്തര ശത്രുതയിലായിരുന്നു അലൽ ബിലാദ് അൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ. അപ്പൊ വന്തഹസ മുഅയ്യിദുദ്ദീൻ ഹാദിൽ ഫുർസ, ഇങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെയുള്ള താർത്താരികളുടെ ശത്രുത അദ്ദേഹം ഉപയോഗിച്ചു. വന്തഹസ മുഅയ്യിദുദ്ദീൻ, ആ മന്ത്രി തന്നെ ഇത് ഉപയോഗിച്ചു. അൽദിൽ ഫുർസ, ഈ അവസരം, ഫുർസമാണ് ഇന്തഹസൽ ഫുർസ എന്നാൽ അവസരം ഉപയോഗിച്ചു. വകതബ, അങ്ങനെ അദ്ദേഹം എഴുതി ഇല ഹുലാക്കോ ഖാൻ സയ്യിദു തത്താർ, താർത്താരികളുടെ നേതാവായ ഹുലാക്കോ ഖാനിലേക്ക് അദ്ദേഹം എഴുതി ബി ഹുജൂമി ബഗ്ദാദിനെ ആക്രമിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ബഅദ ഹിസാരിൻ അശറത അയ്യാമിൻ ഫതഹ മദീനത ബഗ്ദാദ് ഫഖതലു വഖറബു അൽ ബിലാദ നഹ്ബൻ വസലബൻ ഫലം യബ്ക ഇല്ലൽ ഖില്ലത്തുൽ ഖലീല വന്തഹത്തിൽ ഹവാദിസ് ബിഖത്ലിൽ മുസ്തഅസിം ബൈന യദൈ ഹുലാക്കോ ഖാൻ ഫി സഫർ സന 56 و600 وانتهت دولة قامت 524 سنة. واجتاح المغول والتتار الملك الإسلامي الواسع من نهر جيحون إلى المحيط الهندي جنوبا ثم إلى البحر الأبيض غربا
وضعت كثير من المؤلفات التي ألفها العلماء حتى قيل إن مياه الفرات والدجلة لونت بمداد كتب العلماء وبعد حصار 10 أيام 10 ദിവസങ്ങളിലെ ഉപരോധത്തിന് ശേഷം ഫതഹ ഉലൂഖ ഖാൻ മദീനത്ത് ബാഗ്ദാദ് മദീന ബാഗ്ദാദ് അവർ ജയിച്ചടക്കി. ഉലൂഖ ഖാൻ താർത്താരികൾ ജയിച്ചടക്കി. ഫഖത്തലു അങ്ങനെ അവരവിടെ കൊലപാതകങ്ങൾ നടത്തി. വഖറബു അൽ ബിലാദ അവര് രാഷ്ട്രത്തെ കൊള്ളയടിച്ചു. നഹ്ബം വസലബ നശിപ്പിച്ചിട്ടും കൊള്ളയടിച്ചിട്ടും അവിടുന്ന് കട്ടുകൊണ്ടുപോയിട്ടും ഒക്കെ അവർ രാജ്യത്താകെ നശിപ്പിച്ചു. ഫലം യബ്ക ഇല്ലൽ ഖില്ലത്തുൽ ഖലീല വളരെ കുറച്ചു വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ് അവിടുത്തെ സാംസ്കാരിക അതുപോലെ വൈജ്ഞാനിക വിഭവങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ വളരെ കുറച്ച് മാത്രം അവശേഷിച്ചു. ബാക്കിയെല്ലാം അവർ നഷ്ടപ്പെടുത്തി, അവരെല്ലാം തകർത്ത് കളഞ്ഞു. വന്തഹത്തിൽ ഹവാദിസു ഇങ്ങനെ ഈ യുദ്ധം അവസാനിച്ചത് ബി ഖത്ൽ മുസ്തഅസിം ബൈന യദൈ ഹുലൂഖ ഖാൻ ഹുലൂഖ ഖാന്റെ കരങ്ങളിലൂടെ മുസ്തഅസിം കൊല്ലപ്പെടുകയുണ്ടായത്. ഫി സഫർ സന 656 എത്ര 656 ഇയാള് മുസ്തഅസിം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ദഹത്ത് ദൗലത്തുൻ ഖാമത്ത് 524 സന 524 കൊല്ലം നീണ്ടു നിന്നിട്ടുള്ള ഈ അബ്ബാസി ഖിലാഫത്ത് ഇവിടെ അവസാനിക്കുകയാണ്. വജ്താഹൽ മുഗൂളു വത്തത്താർ അൽ മുൽക്കൽ ഇസ്ലാമി അൽ വാസിർ അങ്ങനെ മുഗളന്മാരും താർത്താരികളും ഇസ്ലാമിക അധികാരത്തെ വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തെ അവര് എന്താക്കി ഇജ്തിയാഹ് നടത്തി, ആകെ തച്ചുടച്ചു, അല്ലെങ്കിൽ അതിനെ ആകെ അവരുടെ അധീനതയിലാക്കി. മിൻ നഹ്രി ജയ്ഹൂൻ ഇലൽ മുഹീത്ത് അൽ ഹിന്ദി ജനൂബൻ തെക്കില് ജയ്ഹൂൻ നദി മുതല് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള പ്രദേശം. സുമൈലിൽ ബഹറുൽ അബിയദ് ഗർബൻ അതുപോലെ ബഹറുൽ അബിയദ് മെഡിറ്ററേനിയൻ സീ വരെയും എന്ത് ചെയ്തു, ഇവരുടെ അധികാരം ഇസ്ലാമിക അധികാരം താർത്താരികളുടെ കയ്യിലാക്കി. വദഅത് കസീറുൻ മിനൽ മുഅല്ലഫാത്ത് അല്ലത്തി അല്ലഫഅൽ ഉലമാഉ അങ്ങനെ ആ അബ്ബാസി ഖിലാഫത്തിൽ ധാരാളം രചനകൾ നടത്തിയിരുന്നു. ആ രചനകൾ മുഴുവനും നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. കസീറുൻ മിനൽ മുഅല്ലഫാത്ത് അല്ലത്തി അല്ലഫഅൽ ഉലമാഉ പണ്ഡിതന്മാർ രചിച്ച രചനകളെല്ലാം നഷ്ടപ്പെട്ടു. ഹത്താ ഖീല പറയപ്പെടുന്നു ഇന്ന മിയാഹൽ ഫുറാത്ത് ദിജില ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും വെള്ളം ലുവ്വിനത്ത് അത് വിവർണമായി ബിമിദാദി കുത്തുബിൽ ഉലമാ പണ്ഡിതന്മാരുടെ രചനകൾ അവരെഴുതിയ രചനകൾ ഉണ്ടല്ലോ, ആ രചനകളുടെ മഷിയുടെ കളറ് ഈ ടൈഗ്രീസിലെയും അതുപോലെ യൂഫ്രട്ടീസിലെയും വെള്ളങ്ങൾക്ക് മഷിയുടെ കളറ് വന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. വേറൊരു അഭിപ്രായത്തിൽ പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ ഒഴുക്ക് പോലും നഷ്ടപ്പെട്ടു എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് താർത്താരികളുടെ പടയോട്ടം ഉണ്ടായിട്ടുള്ളത്. അതിലൂടെയാണ് അബ്ബാസി ഖിലാഫത്ത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.